പുതിയ കുട്ടികൾ അവർ ഇറസ്പോൺസിബിൾ ആകുന്നു, അവർ സാമൂഹ്യ ദ്രോഹികളാകുന്നു, അവർ കൂടുതൽ കൂടുതൽ ആളുകളെ സമൂഹത്തെ എല്ലാം തന്നെ പ്രതിക്കൂട്ടിൽ നിർത്തുന്നവരായിത്തീരുന്നു. സ്വന്തം മാതാപിതാക്കളോടുള്ള സമീപനത്തിൽ തന്നെ അവർക്ക് വളരെ വ്യതിരിക്തമായ കാഴ്ചപ്പാടുകളുമായി മുന്നോട്ട് വരുന്നു. ഇങ്ങനെയെല്ലാം എന്തുകൊണ്ടാണിത്? ആ ചോദ്യത്തിന് അവർ ഉത്തരം തേടിയപ്പോൾ അവർ കുട്ടികളെ തിരഞ്ഞെടുക്കുകയും കുട്ടികളുടെ ജീവിതത്തോടുള്ള നിലപാടിനെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി കുറെ കുട്ടികളെ പല സ്ഥലങ്ങളിൽ നിന്നായി റാൻഡമായി തിരഞ്ഞെടുത്ത് അവരുമായി ആശയവിനിമയം നടത്തുകയും ആശയവിനിമയത്തിന്റെ അടിസ്ഥാനത്തിൽ കുട്ടികളുടെ മനസ്സിന്റെ വളർച്ച എങ്ങനെയാണ് എന്ന് പഠിക്കുന്നതിന് വേണ്ടി ന്യൂറോണുകളെ കുറിച്ചുള്ള, തലച്ചോറിനെ കുറിച്ചുള്ള പഠനം കുറച്ചുകൂടി കാര്യക്ഷമമാക്കി തലച്ചോറിന്റെ വികസനം ഏത് രൂപത്തിലാണ് നടക്കുന്നത് എന്ന് കൃത്യമായി പഠിക്കുകയും ആ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ എന്ന ചോദ്യത്തിന് ഉത്തരം നൽകുവാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്തു. അവരുടെ ഉത്തരം നിങ്ങൾക്ക് അമേരിക്കൻ സൈക്കാട്രിക് അസോസിയേഷന്റെ ഔദ്യോഗിക വെബ്സൈറ്റായ APA.org എന്ന വെബ്സൈറ്റിൽ 5000-ഓളം ലേഖനങ്ങളിലായി നിങ്ങൾക്ക് ലഭിക്കും. 5000-ഓളം ലേഖനങ്ങളുണ്ട് ഈ വിഷയത്തിൽ ആ വെബ്സൈറ്റ്. ആ ഉത്തരങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ആ കാര്യത്തെക്കുറിച്ച് ഞാൻ ഒരല്പം ആമുഖമായി സംസാരിച്ചത്. ഈ പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ലോകത്തെങ്ങും വ്യാപകമായി ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന പാരന്റിംഗ്, രക്ഷാകർതൃത്വം എന്ന ശാസ്ത്രശാഖ തന്നെ യഥാർത്ഥത്തിൽ രൂപപ്പെട്ടു വരുന്നത്. എപ്പോഴാണ് കുഞ്ഞുങ്ങളുടെ രക്ഷാകർതൃത്വം ആരംഭിക്കുന്നത്? കുട്ടികളെ പാരന്റ്സ് പഠിപ്പിക്കുവാനും പ്രത്യേകമായി തിരഞ്ഞെടുത്ത് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുവാനും ആരംഭിക്കുന്നത് എപ്പോഴാണ്? നമുക്കെല്ലാം ഒരുപാട് ഉത്തരങ്ങൾ ഉണ്ടാകും. പക്ഷേ അമേരിക്കൻ സൈക്കാട്രിക് അസോസിയേഷൻ പറയുന്ന ഉത്തരം കുഞ്ഞിന്റെ 24-ാമത്തെ ആഴ്ച മുതൽക്കാണ് എന്ന്. ജനിച്ചിട്ടല്ല, ഗർഭാശയത്തിനകത്ത് കുഞ്ഞ് 24-ാമത്തെ ആഴ്ച മുതൽ എന്ന്. 24-ാമത്തെ ആഴ്ച കുഞ്ഞിന്റെ കാത്, കേൾവി, കുഞ്ഞിന് കേൾവി തുടങ്ങും. ഈ സമയത്ത് തന്നെ കുഞ്ഞിന്റെ തലച്ചോറ് വികസിക്കുവാൻ ആരംഭിക്കും, അല്ലെങ്കിൽ തലച്ചോറ് രൂപപ്പെടുവാൻ ആരംഭിക്കും. ഈ സമയത്ത് കുഞ്ഞിന്റെ തലച്ചോറ് രൂപപ്പെടുന്നത് 2 രൂപങ്ങളിലാണ്. ഒന്ന്, തലച്ചോറിനകത്ത് അടിസ്ഥാന കോശങ്ങളുണ്ട്. ആ കോശങ്ങൾക്ക് ന്യൂറോണുകൾ എന്നാണ് പറയുക. ആ ന്യൂറോണുകളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടാണ് ഒന്ന്. ന്യൂറോണുകൾ ഓരോ നിമിഷവും ആയിരക്കണക്കിന് എണ്ണം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് ഗർഭാശയത്തിൽ വെച്ച്. ഈ ന്യൂറോണുകളുടെ എണ്ണം വർദ്ധിക്കുന്നത് കൊണ്ടാണ്
തലച്ചോറുകളുടെ വികാസം നടക്കുന്നത് ഒന്നാമതായി. രണ്ടാമതായി, തലച്ചോറിന്റെ വികാസം നടക്കുന്നത് ന്യൂറോണുകൾ തമ്മിലുള്ള ഒരു വയറിംഗ് ഉണ്ട്. ന്യൂറോണുകൾ തമ്മിലുള്ള വയറിംഗ്, വ്യത്യസ്ത ന്യൂറോണുകൾ പരസ്പരം കൂട്ടിയോജിപ്പിക്കുന്നതിനാണ് വയറിംഗ് എന്ന് പറയുക. ആ കൂട്ടിയോജിപ്പിച്ച സ്ഥലത്തിനാണ് ശാസ്ത്രത്തിന്റെ ഭാഷയിൽ സിനാപ്സുകൾ എന്ന് പറയുക. ഈ സിനാപ്സുകളുടെ എണ്ണം വർദ്ധിക്കുന്നത് കൊണ്ടാണ് പിന്നെ തലച്ചോറ് വളരുന്നത്, വികസിക്കുന്നത്. ഈ സിനാപ്സുകളുടെ സവിശേഷത എന്താണെന്ന് ചോദിച്ചാൽ, സിനാപ്സുകൾക്കകത്താണ് വിവരങ്ങൾ തലച്ചോറ് ശേഖരിച്ചു വെക്കുന്നത്. നമുക്ക് കിട്ടുന്ന അറിവ് ശേഖരിച്ചു വെക്കുന്നത് സിനാപ്സുകൾക്കകത്താണ്. ഗർഭാശയത്തിൽ 24ാമത്തെ ആഴ്ച മുതൽ കുഞ്ഞ് കേൾക്കാൻ ആരംഭിക്കുമ്പോൾ അവന്റെ ആദ്യത്തെ ബാഹ്യലോകവുമായുള്ള ബന്ധത്തിലുള്ള ഇന്ദ്രിയം പ്രവർത്തനം തുടങ്ങുകയാണ്. അവൻ അറിവ് നേടിയെടുക്കാൻ ആരംഭിക്കുകയാണ്. കണ്ണ് അപ്പോൾ അവന് പ്രവർത്തനം തുടങ്ങിയിട്ടില്ല. കണ്ണായിത്തീരുന്നത് 28ാമത്തെ ആഴ്ചയാണ്. കണ്ണായിത്തീരുന്നത് 28ാമത്തെ ആഴ്ചയാണ്. പക്ഷെ കാഴ്ച ആരംഭിക്കുന്നത് ജനിച്ചതിന് ശേഷമാണ്. ഗർഭാശയത്തിനകത്ത് ഇരുട്ടിലൊന്നും കാണാനില്ല. സ്പർശം ചെറിയ തോതിൽ കുട്ടി അനുഭവിക്കുന്നുണ്ട്. അതല്ലാതെ ഗന്ധമോ രുചിയോ ഒന്നും തന്നെ കുട്ടിക്ക് അനുഭവവേദ്യമാകുന്നില്ല. ആകെ വിവരം ലഭിക്കുന്നത് ആ സമയത്ത് ശബ്ദത്തിലൂടെയാണ്. ശബ്ദത്തിലൂടെ വിവരം ലഭിക്കുന്ന സമയത്ത് ഗർഭാശയത്തിനകത്ത് കിടക്കുന്ന കുട്ടി പുറത്ത് താൻ പോകാനിരിക്കുന്ന ലോകത്തെക്കുറിച്ച് അടിസ്ഥാനപരമായ അറിവ് ശേഖരിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് ശാസ്ത്രജ്ഞന്മാർ സൂചിപ്പിക്കുന്നു. ആ സമയത്ത് ആ കുട്ടി കേട്ടതെന്താണ്? ആ കേട്ടതാണ് കുട്ടിയുടെ ബാഹ്യലോകത്തെക്കുറിച്ച് പ്രാഥമികമായ വിവരം. ആ കുട്ടി വളർന്നു വന്നത് ഏതൊരു സമൂഹത്തിലാണ്, അതാണ് സമൂഹത്തെക്കുറിച്ച പ്രാഥമികമായ കുട്ടിയുടെ വിവരം. ഇനി അമേരിക്കൻ സൈക്കാട്രിസ്റ്റ് അസോസിയേഷന്റെ വചനങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. പലപ്പോഴും ഗർഭാവസ്ഥയിലായിരിക്കുന്ന സമയത്താണ് അമേരിക്കയിലെ കുഞ്ഞിന്റെ മാതാവും പിതാവും തമ്മിലുള്ള പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത്. കാരണം അവരിൽ പലരും ഭാര്യമാരോ ഭർത്താക്കന്മാരോ അല്ല, അവർ കോഹബിറ്റേഴ്സ് ആണ്, ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചവരാണ്. ആ ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചവർ പിരിയാൻ തുടങ്ങുന്നത്, പിരിച്ചിലിന്റെ ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നത് ഈ സമയങ്ങളിലാണ്. സ്വാഭാവികമായും അതോടനുബന്ധിച്ചുള്ള ഒച്ചപ്പാടുകളും അതോടനുബന്ധിച്ചുള്ള ചർച്ചകളും അതോടനുബന്ധിച്ചുള്ള നിലവിളികളും അതോടനുബന്ധിച്ചുള്ള സങ്കടങ്ങളുമെല്ലാം കുട്ടി അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ചുറ്റുപാടുമുള്ള മറ്റൊച്ചപ്പാടുകളും, മ്യൂസിക് ആണെങ്കിലും അതല്ലെങ്കിലും എല്ലാമുള്ള, ഇത് കുട്ടിയുടെ ബാഹ്യലോകത്തെക്കുറിച്ച് പ്രാഥമികമായ വിവരമാണ്. കുട്ടി ജനിക്കുകയാണ്. 10 മാസം പൂർത്തീകരിക്കുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ്.
ജനിക്കുന്ന സമയത്ത് കുട്ടിയുടെ തലച്ചോറ് 320 ഗ്രാമാണുള്ളത് ശരാശരി. എന്നാൽ ജനിച്ചതിന് ശേഷം ഒരു തലച്ചോറ് ദ്രുതഗതിയിൽ വളരുന്നു. പ്രായപൂർത്തിയെത്തിയ ഒരാളുടെ തലച്ചോറ് 1320 ഗ്രാമാണ് ശരാശരി. ഏകദേശം 4 ഇരട്ടി 5 ഇരട്ടിയോളം വളരുന്നു തലച്ചോറിനർത്ഥം. മനുഷ്യന്റെ പല സവിശേഷതകളിൽ ഒന്നാണ് ഈ തലച്ചോറിന്റെ വളർച്ച. മറ്റെല്ലാ ജീവികൾക്കും അവയുടെ പൂർണ്ണ വളർച്ചയെത്തിയ ജീവിയുടെ തലച്ചോറിന്റെ ഭാരം എത്രയാണോ അതിന്റെ 60 മുതൽ 80% വരെ ഭാരമുണ്ടാകും ജനിക്കുമ്പോൾ അതിന്റെ തലച്ചോറ്. ഇതിനർത്ഥം ജനനത്തിന് ശേഷം തലച്ചോറിന്റെ 20% മാത്രമേ ബാക്കി ജീവികൾക്ക് വളർച്ച നടക്കുന്നുള്ളൂ എന്നാണ്. മനുഷ്യനാകട്ടെ 5 ഇരട്ടിയോളമാണ് വളർച്ച. അവിടെയും എന്താണ് തലച്ചോറിന്റെ വളർച്ച? ജനിച്ച ശേഷം 8ാമത്തെ മാസം വരെ നേരത്തെ പറഞ്ഞ രൂപത്തിൽ ന്യൂറോണുകളുടെ എണ്ണം കുറേശ്ശെ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. നേരത്തെ പറഞ്ഞല്ലോ, തലച്ചോറ് ജനനത്തിന് മുമ്പ് ന്യൂറോണുകൾ വളർന്നുകൊണ്ടിരിക്കും. 8 മാസമാകുന്നതോടുകൂടി ന്യൂറോണുകളുടെ വളർച്ച നിലക്കും. ന്യൂറോണുകൾ പിന്നെ കൂടൂല. പിന്നെയും വളർച്ച തുടരും. പക്ഷെ പിന്നെ വളർച്ചയുണ്ടാകുന്നത് സിനാപ്സുകളാണ്. ഈ സിനാപ്സുകൾ വളരുന്നത് കൊണ്ട് ആ വളർച്ചയിൽ ഉണ്ടാകുന്നത് സിനാപ്സുകൾ എണ്ണം കൂടുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അറിവ് നേടിയെടുത്തുകൊണ്ടേയിരിക്കുന്നു എന്നാണ്. ഒരു കുഞ്ഞ് നേടിയെടുക്കുന്ന അറിവാണ് ആ കുഞ്ഞിന്റെ അറിവ്. ജീവികളെല്ലാം അവക്കാവശ്യമായ വിവരങ്ങൾ 80% ആയിക്കൊണ്ട് ജനിക്കുമ്പോൾ മനുഷ്യക്കുഞ്ഞ് അതിന് അടിസ്ഥാനപരമായ വിവരമായി തലച്ചോറ് നൽകുന്ന അടിസ്ഥാന വിവരമായിട്ടുള്ളത് അതിൻ്റെ തലച്ചോറിലുള്ള വിവരത്തിന്റെ 1/5 മാത്രമാണ് എന്നർത്ഥം. ബാക്കി 4 വിവരം വഴി, പുറത്തുനിന്നുള്ള അറിവ് വഴി വർദ്ധിപ്പിച്ചെടുക്കുകയാണ്. ഓരോ ജന്തുവും ലോകത്തെ നോക്കിക്കാണുന്നത് അവക്ക് നൽകപ്പെട്ട തലച്ചോറിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ, മനുഷ്യൻ എന്ന ജീവിയിൽ ലോകത്തെ നോക്കിക്കാണുന്നത് അവൻ ജനിക്കുന്നതിന് മുൻപ് 24ാമത്തെ ആഴ്ച മുതൽക്കും ജനിച്ചതിന് ശേഷവും ലോകത്തെ നോക്കിക്കാണുന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. ഞാൻ ഈ ശാസ്ത്രമെല്ലാം പറയുന്നത് വളരെ ഗൗരവതരമായി നമുക്ക് കുട്ടികളുടെ വളർച്ചയിൽ ശ്രദ്ധിക്കേണ്ട ചില വസ്തുതകൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ്. ആ കുട്ടിയുടെ തലച്ചോറിന്റെ വളർച്ച എന്ന് പറയുമ്പോൾ ലോകത്തെ നോക്കിക്കാണുവാൻ വേണ്ടി അവൻ ഉപയോഗിക്കുന്നത് എന്താണ്?